ഹാർദിക സ്വാഗതം. ഇതാ നമ്മുടെ ദൈവം, ഇതാ നന്മസ്വരൂപൻ, ശക്തനായ ദൈവം, നിത്യനായ ദൈവം, സദ്വാർത്തയുമായി ഉയർന്നു നിൽക്കും. മാമലയിൽ കയറുവിൻ, ഉച്ചത്തിൽ പ്രഘോഷിക്കുവിൻ. ഇതാ നമ്മുടെ ദൈവം, ഇതാ നന്മസ്വരൂപൻ, ശക്തനായ ദൈവം, നിത്യനായ ദൈവം, സദ്വാർത്തയുമായി ഉയർന്നു നിൽക്കും. മാമലയിൽ കയറുവിൻ, ഉച്ചത്തിൽ പ്രഘോഷിക്കുവിൻ. അടുത്ത ബെല്ലിന് നാടകം ആരംഭിക്കുന്നു. അതിനു മുൻപായി വേദിയിലേക്ക് വെളിച്ചം വീശാൻ സാധ്യതയുള്ള എല്ലാവിധ വൈദ്യുത ദീപാലങ്കാരങ്ങളും അണച്ചു തന്ന് സഹകരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. സ്വരൂപൻ, ശക്തനായ ദൈവം, നിത്യനായ ദൈവം, സദ്വാർത്തയുമായി ഉയർന്നു നിൽക്കും. മാമലയിൽ കയറുവിൻ, ഉച്ചത്തിൽ പ്രഘോഷിക്കുവിൻ. ഈ നാടകം കാണുവാനായി ഈ വേദിക്ക് മുന്നിൽ സന്നിഹിതരായിട്ടുള്ള നിങ്ങൾക്ക് മുന്നിൽ നാടകത്തെക്കുറിച്ച് 2 വാക്ക്. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് മെസൊപ്പൊട്ടേമിയ, കാനാൻ, മിസ്രയീം എന്നീ ദേശങ്ങളിൽ കുടിയേറി പാർത്തിരുന്നവരുടെ ജീവിത രീതികളും പാരമ്പര്യ ആചാരങ്ങളും ഈ നാടകത്തിന് ആധാരമാക്കിയിട്ടുണ്ട്. നാടകത്തിന്റെ ആശയവിപുലീകരണത്തിന് ചില സാങ്കല്പിക കഥാപാത്രങ്ങളെയും സാഹചര്യങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. വിധിയുടെ കൈപിടിച്ച് സഹോദരന്റെ കോപം നെഞ്ചിലേറ്റി കയ്യിൽ ഒരു വടിയും ഹൃദയത്തിലെ വാഗ്ദാനവുമായി അവൻ കാനാനിൽ നിന്ന് മെസൊപ്പൊട്ടേമിയയിലേക്ക് യാത്ര തിരിക്കുന്നു. അവൻ കടന്ന വഴികൾ, രാത്രികൾ അവനെ ഭയപ്പെടുത്തി, പകലുകൾ പരീക്ഷിച്ചു. ദൈവത്തിന്റെ ദൂതന്മാർ കയറിയിറങ്ങുന്ന പടവുകൾക്കടിയിൽ കല്ലിനെ തലയണയാക്കി ഉറങ്ങിയവൻ തിരിച്ചറിഞ്ഞു, അവൻ ഒറ്റയ്ക്കല്ല, തന്നെ വിട്ടുപോകാത്ത ഒരാൾ കൂടെയുണ്ടെന്ന്. ഇപ്പോൾ അവൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു അപരിചിത പ്രദേശത്തേക്ക്, ലാബാന്റെ ഭവനത്തിലേക്ക്. അവിടെ സ്നേഹമുണ്ടാകും, വഞ്ചനയുണ്ടാകും, പ്രയത്നമുണ്ടാകും, പ്രണയവും ഉണ്ടാകും. പ്രണയവും ദുഃഖവും കണ്ണീരും കലർന്ന വർഷങ്ങളുണ്ടാകും. പ്രിയരെ, മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് നിങ്ങൾക്ക് മുന്നിൽ സവിനയം സദയം കാഴ്ചവെക്കുന്ന ബൈബിൾ നാടകം വിതച്ചതേ കൊയ്യൂ. രക്ഷക രക്ഷക
എന്റെ പ്രിയതമേ, ഈ ഒരു ദിവസത്തിനായി എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നെന്നോ. നമുക്കിനി എത്രയും വേഗം എന്റെ നാട്ടിലേക്ക് തിരികെ പോകണം. ബത്ശബയിലേക്ക്, എന്റെ അപ്പന്റെയും അമ്മയുടെയും അടുത്തേക്ക്. നിന്റെ അപ്പനെയും അമ്മയും വിട്ട് എന്റെ നാട്ടിലേക്ക് വരാൻ നിനക്ക് ദുഃഖമുണ്ടോ? ദുഃഖമുണ്ട്. എന്നാലും വിവാഹം കഴിഞ്ഞാൽ ഞാൻ അങ്ങയോടൊപ്പമല്ലേ കഴിയേണ്ടത്. എന്താണ് നിന്റെ ശബ്ദത്തിനൊരു ഇടർച്ച? അപ്പോ അങ്ങെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കിയല്ലേ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. ഞാൻ ചതി 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 കൊടും ചതി ചതി അവരെന്നെ ചതിച്ചതാ. ചതി ചതി കൊടും ചതി അവരെന്നെ ചതിച്ചതാ. അവരെന്നെ ചതിച്ചതാ. അവരെന്നെ ചതിച്ചതാ. എന്താ 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 പറ്റിയേ? യജമാനന്റെ കല്യാണ രാത്രിയിൽ അങ്ങേക്ക് എന്താണ് പറ്റിയത്? എന്താണ് ഇത്ര ദുഃഖം? അങ്ങേക്ക് എന്താണ് പറ്റിയത്? വിശാൽ, അവരെല്ലാം കൂട്ടമായി ചേർന്ന് എന്നെ ചതിച്ചതാ. എന്താ അങ്ങേക്കുണ്ടായത്? പറയാം. വിശാൽ, നീ ഓർക്കുന്നില്ലേ ആ ദിവസം, 7 വർഷം മുമ്പുള്ള ആ ദിവസം, നമ്മൾ ഒരുമിച്ച് ഹാരാനിൽ കാലുകുത്തിയ ആ ദിവസം? എടാ ദിശാൻ, നീ കണ്ടോ എന്റെ അമ്മയുടെ നാട്? മനോഹരമായ ആരമ്യദേശം. എത്ര ഭംഗിയുള്ള നാടാ. നോക്ക്. 100% ശരിയാ. അല്ല, അത് കൊള്ളാം. ഉള്ള വെയിലും ചൂടും മഴയും കാറ്റും ഒക്കെ കൊണ്ട് മാസങ്ങളോളം നടന്ന് ചുട്ടുപൊള്ളുന്ന മരുഭൂമി താണ്ടി വന്നത് ഈ ഭംഗി കാണാനാണോ? അതെ, ഈ ഭംഗി കാണാൻ തന്നെ. അല്ലാതെ എന്ത്? അല്ലാതെ ആ ചേട്ടൻ ഏശാവിനെ പേടിച്ചല്ല, അടിച്ചു കൊല്ലുമെന്നുള്ള പേടി. ഇസ്ഹാക്കിന്റെ മോൻ യാക്കോബിനോ പേടി? നീ ഒന്ന് പോടാ. അല്ലട ദീശാനെ, ആടിനെ തീറ്റിക്കൊണ്ട് കുറെ പേർ വരുന്നുണ്ടല്ലോ. കൂട്ടത്തിൽ 2 പെൺകുട്ടികളും. ആരാടാ അവര്? എവിടെ എവിടെ എവിടെ? പെൺകുട്ടികളോ? കണ്ടില്ലല്ലോ. കണ്ണെത്താ ദൂരത്ത് നിന്ന് വരുന്ന ആ പെൺകുട്ടികളെ വരെ എന്റെ യജമാനന് കാണാൻ പറ്റും. അത് നീ എനിക്കിട്ടൊന്ന് വെച്ചതാണെന്ന് തോന്നുന്നല്ലോടാ ദീശാനെ. 100% ശരിയാ. അല്ല, അങ്ങയുടെ സ്വഭാവം എനിക്കല്ലേ അറിയൂ. ദിശാനെ, ദയാ വരുന്നവരോട് നീ ഒന്ന് ചോദിക്ക്. ഏയ് സഹോദരന്മാരെ,
ഞങ്ങൾ അകലെയുള്ള ബർഷേബായിൽ നിന്ന് വരുന്നവരാണ്. അതിനിപ്പോ ഞങ്ങളെന്താ വേണം? നിങ്ങളൊന്നും വേണ്ട. ഞങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ഒരു സഹായം വേണം. എന്റെ അമ്മാവന്റെ വീട് ഈ ആരാമ്യ നാട്ടിൽ എവിടെയോ ആണ്. ആ വീട് കണ്ടുപിടിക്കുന്നതിന് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അതിനെന്താ, ഞങ്ങൾക്കറിയാത്ത ആരും ഈ നാട്ടിലില്ല. ഏതാണ് ആ അമ്മാവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു പക്ഷേ നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരും. നാഹൂറിന്റെ മകൻ ലാബാന്റെ വീട് അന്വേഷിച്ചാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അത്രേ ഉള്ളോ കാര്യം? അതിപ്പോ വളരെ എളുപ്പമായല്ലോ. ആ വരുന്നത് നിങ്ങളുടെ അമ്മാവൻ ലാബാന്റെ ആട്ടിൻകൂട്ടമാണ്. അതിനെ തീറ്റിക്കൊണ്ടു വരുന്നതാണ് ലാബാന്റെ മകൾ റാഹേലും കൂടെ തോഴിയും. അവരിങ്ങോട്ട് വരട്ടെ, വേണമെങ്കിൽ ഞങ്ങൾ പരിചയപ്പെടുത്താം. ഏയ്, അത് വേണ്ട. ഞങ്ങൾ സ്വയം പരിചയപ്പെട്ടുകൊള്ളാം. നിങ്ങൾ പൊയ്ക്കുള്ളൂ. അത് മതി, അത് മതി, നിങ്ങൾ പോയിക്കോ. നിങ്ങൾ എന്തിനാ സ്വർഗത്തിലെ കട്ടുറുമ്പാകുന്നത്? നിങ്ങൾ സ്ഥലം വിട്ടോ വിട്ടോ വിട്ടോ. അല്ലേലും കാര്യം കണ്ടു കഴിഞ്ഞാൽ എന്റെ ഏമാനൻ നിങ്ങളെ എന്നല്ല ആരെയും ആവശ്യമില്ല. അതുകൊണ്ട് പോയിക്കോ പോയിക്കോ. റാഹേൽ, റാഹേൽ, നീ അവരെ കണ്ടോ? അങ്ങ് ദൂരെ നിന്ന് വന്നവരാണെന്ന് തോന്നുന്നു. ആഹാ, ഏതായാലും ഈ സുന്ദര പൂവാലന്മാരെ നമ്മുടെ നാട്ടിലൊന്നും ഇതുവരെ കണ്ടു പരിചയമില്ല. അപ്പോ ഈ നാട്ടിലുള്ള എല്ലാ പൂവാലന്മാരുടെ മുഖങ്ങൾ നിങ്ങൾക്ക് നല്ല ഓർമ്മയാണല്ലേ? ഓ, ഈ ആരാമ്യദേശത്തുള്ള ഒരുമാതിരി എല്ലാ സുന്ദരന്മാരും ഞങ്ങൾക്ക് പരിചിതമാണ്. അല്ല, നിങ്ങൾ ഏത് ദേശത്ത് നിന്ന് വന്നവരാ? ഞാൻ ദേശാൻ. അയ്യോ, ഇത് എന്റെ യജമാനൻ യാക്കോബ്, ഇസഹാക്കിന്റെ മകൻ യാക്കോബ്. അങ്ങ് വടക്ക് ദേശത്ത് നിന്ന് വന്നതാണ്. ഓ, ഞാൻ ദിൽഷ. ഇതെന്റെ യജമാനത്തി. ആട്ടെ, നിങ്ങൾ എന്തിനാണ് വടക്ക് ദേശത്ത് നിന്ന് ഇവിടെ വന്നത്? ഇന്ന് തെക്ക് ദേശത്ത് ഒരു സുന്ദരി പെണ്ണുണ്ടെന്ന് കേട്ടു. റാഹേൽ എന്ന പേരിൽ ഒരു സുന്ദരി. കാടും മേടും മലകളും താണ്ടി അവളെ തിരക്കി ഇറങ്ങിയതാ. ഓ, അപ്പോൾ എന്റെ ഈ കൂട്ടുകാരി റാഹേൽ നിങ്ങളുടെ വടക്കൻ നാട്ടിലൊക്കെ പേര് കേട്ടവളാണല്ലേ? ഏയ്, വടക്കൻ നാട്ടിലൊന്നും പേര് കേട്ടിട്ടില്ല. പക്ഷേ അവൾ എന്റെ മുറപ്പെണ്ണായതുകൊണ്ട് എനിക്കവൾ പ്രിയപ്പെട്ടവൾ തന്നെയാണ്. മുറപ്പെണ്ണും അപ്പോൾ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞാൽ മതി. ദിൽഷയും സുന്ദരി തന്നെ. പേരുകൊണ്ട് പോലും നമ്മൾ പൊരുത്തമുള്ളവരാണ്, ദിഷാനും ദിൽഷയും. അതൊക്കെ പോട്ടെ, എവിടെയാണ് നിങ്ങളുടെ വീട്? ദേ, ആ കുന്നിൻ ചെരുവിന്റെ താഴ്വാരത്തിലാ ഞങ്ങളുടെ വീട്. റാഹേൽ, ആടുകളെ കൂട്ടിൽ കയറ്റാൻ നേരമായി. ദേ ഇങ്ങ് വന്നേ. ഞങ്ങൾ പോയിട്ട് അപ്പനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. പോവാണോ? എടാ ദിശാനെ, നീ ഈ ദിശയുടെ കൂടെ പോയി ആടുകളെ കൂട്ടിക്കയറ്റാനും തീറ്റ കൊടുക്കാനും ഒക്കെ ഒന്ന് സഹായിക്കും. അപ്പം വരുമ്പോഴേക്കും ഞങ്ങൾ ഇവിടേക്ക് ഒന്ന് പരിചയപ്പെടട്ടെ. കൂട്ടത്തിൽ ഞങ്ങൾ തമ്മിലും. അത് ശരി, കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനും പുറത്ത്. അതേതായാലും കാര്യായി. വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല്. ദിൽഷ, വാ വാ, നമുക്ക് പോവാം. സമയം കളയാതെ ഇങ്ങോട്ട് വാവട്ടെ. അങ്ങ് വളരെ ക്ഷീണിതനെ പോലെ തോന്നുന്നല്ലോ. എത്ര നാളെടുത്തു ബെർഷേബയിൽ നിന്നും ഇവിടെ എത്താൻ? ഞങ്ങളുടെ ദേശമായ കാനാനിൽ നിന്ന് ഏകദേശം 2 മാസം മുമ്പ് ഞങ്ങൾ യാത്ര തിരിച്ചതാണ്. അതെയോ? ഈ സഞ്ചിയിൽ എന്താണ്? ബെർഷബയിലെ പേരുകേട്ട അത്തിപ്പഴമാണോ? അതോ മുറപ്പെണ്ണിലുള്ള സ്നേഹ സമ്മാനമോ?
അത്തിപ്പഴവും യാത്രയിൽ കഴിക്കാനുള്ള ഉണക്കമുന്തിരിയും കുറച്ച് ഉണങ്ങിയ ഇറച്ചിയും റൊട്ടിയും ഒക്കെയുണ്ട്. കൂട്ടത്തിൽ ഭാവി വധുവിന് നൽകാനുള്ള സമ്മാനങ്ങളും ഇതിലുണ്ട്. ഒന്ന് പോന്നേ. എന്ത് സമ്മാനമാ എനിക്കായി കൊണ്ടുവന്നിരിക്കുന്നത്? റാഹേൽ, ദൂരത്തൊരു തീരത്തിൽ നിന്നണയും കാറ്റു പറഞ്ഞേ പോരൂ നീ പോരൂ, ഇവിടല്ലോ നിന്റെ സ്വർഗം, ഇവിടല്ലോ നിന്റെ സ്വർഗം. ദൂരത്തൊരു തീരത്തിൽ നിന്നണയും കാറ്റു പറഞ്ഞേ പോരൂ നീ പോരൂ, ഇവിടല്ലോ നിന്റെ സ്വർഗം, ഇവിടല്ലോ നിന്റെ സ്വർഗം. നീ പറഞ്ഞു കേട്ടതിലും വളരെ സുന്ദരിയാണ്. കാട്ടരുവിയിൽ നീന്തി കളിക്കുന്ന സ്വർണ്ണ മത്സ്യങ്ങളെപ്പോലെ സുന്ദരിയാണ് നീ. നിന്റെ കണ്ണുകൾ നിർമ്മലമായ പ്രാവുകളുടെ കണ്ണുകൾക്ക് സമം. നിന്റെ തലമുടി ഗിലയാദ് മലഞ്ചെരുവുകളിലേക്ക് ഇറങ്ങി വരുന്ന കോലാട്ടിൻ പറ്റം പോലെയാണ്. നിന്റെ അധരം എന്നെ ചുംബനം കൊണ്ട് പൊതിയട്ടെ. നിന്റെ സൗന്ദര്യം വീഞ്ഞിനേക്കാൾ മാധുര്യമേറിയത്. റാഹേൽ, നിന്റെ സൗന്ദര്യം എന്നെ വല്ലാതെ കീഴ്പ്പെടുത്തുന്നു. അപ്പൻ ഇത്രയും പെട്ടെന്ന് ചക്കരയാണ് പോലാവുന്നു ഞാൻ അറിഞ്ഞു. മാറി നിക്ക് രണ്ടിനെ ഇന്ന് ഒരേ കുഴി കുഴിച്ചിടും. അയ്യോ റാഹേൽ, അയ്യോ അപ്പൻ. നീ എന്താ ഇവിടെ? അയ്യോ അപ്പ, അതൊന്നുമില്ല അപ്പ. ഓഹോ, നീയാണ് റബേക്കയുടെ മകൻ യാക്കോബ് അല്ലേ? അതെ, ഇസഹാക്കിന്റെ മകൻ യാക്കോബ്. മനസ്സിലായി. എല്ലാം ഈ ദീശാൻ എന്നോട് പറഞ്ഞു. ഏയ്, ഞാൻ ഉള്ളതേ പറഞ്ഞുള്ളൂ. അപ്പൻ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എന്റെ അമ്മയുടെ നാട്ടിലേക്ക്, എന്റെ മുത്തച്ഛനായ അബ്രഹാമിന്റെ നാട്ടിലേക്ക്. കുറച്ചുനാൾ നിങ്ങളോടൊപ്പം നിൽക്കണം, തിരികെ പോകണം. ഓഹോ, അത് ശരി. അല്ലാതെ നിന്റെ ജ്യേഷ്ഠൻ ഏശാവിനെ ചതിച്ചു പറ്റിച്ച് ജ്യേഷ്ഠാവകാശം സ്വന്തമാക്കി കഴിഞ്ഞപ്പോ നിന്നെ കൊല്ലുമോ എന്നൊരു ഭയം, അതുകൊണ്ട് ഒളിച്ചു താമസിക്കാൻ വന്നതല്ലേ ഇവിടെ? ഏയ്, അതൊന്നുമല്ല. അപ്പോ നീ ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ എന്റെ അമ്മാവനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അല്ലേ? അല്ലെങ്കിൽ തന്നെ ഇതൊന്നും മനസ്സിലാക്കാതെ നിന്നെ ഇവിടെ താമസിപ്പിക്കുമെന്ന് നീ കരുതിയോ? ഇസഹാക്കിനെ പോലെ നീതിമാനായ ഒരു മനുഷ്യനെ കബളിപ്പിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി യാക്കോബ്? അപ്പ അത് എന്നെ കൊണ്ട് ചെയ്യിച്ചതാ. നിങ്ങളുടെ പെങ്ങൾ റബേക്ക എന്ന എന്റെ അമ്മയുടെ വാക്ക് കേട്ടാണ് ഞാൻ അതൊക്കെ ചെയ്തത്. ഹേയ്, എന്റെ പെങ്ങൾ റബേക്ക, അവൾ അങ്ങനെ പറയില്ല, ചെയ്യില്ല. അത് 100% ശരിയാ. ആ റബേക്കമ്മ എത്ര പാവമാ. മൂത്ത മകന്റെ ഭാര്യയായ ആ ഹിത്യക്ക രണ്ടും ഒന്നിച്ചല്ലേ ആ പാവം റബേക്കമ്മയെ ദ്രോഹിക്കുന്നത്. അത് ഞങ്ങൾക്ക് വേലക്കാർക്ക് മാത്രമേ അറിയൂ. ഓ, അത് ശരി. അപ്പോ അതാണ് കാരണം. അതെ, ആ പെണ്ണുങ്ങളുടെ വാക്കുകൾ കേട്ടാണ് ജ്യേഷ്ഠൻ ഏശാവും അമ്മയോട് പെരുമാറുന്നത്. ആ വീട് ഒരു നരകതുല്യമാകേണ്ട എന്ന് കരുതിയാണ് അപ്പനും അമ്മയും കൂടെ ഇദ്ദേഹത്തെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അങ്ങയുടെ മക്കളിൽ ആരെങ്കിലും വിവാഹം ചെയ്ത് കൊണ്ടുവരണമെന്നാണ് അവരുടെ ആഗ്രഹം. ഞാനിവിടെ കുറച്ചുനാൾ താമസിച്ചിട്ട് തിരികെ പൊയ്ക്കോളാം. അതുവരെ അങ്ങയുടെ ആടുകളെ തീറ്റുന്നതിനും കൃഷിസ്ഥലത്ത് സഹായിക്കുന്നതിനുമൊക്കെ എനിക്കും കഴിയും. അതിലെനിക്ക് വിരോധമില്ല. നീ സൗജന്യമായി എന്റെ ആടുകളെ പാലിക്കണമെന്നോ എന്റെ കൃഷിയിടങ്ങളിൽ പണിയെടുക്കണമെന്നോ ഞാൻ പറയില്ല. നിനക്കതിന് തക്കതായ കൂലി ഞാൻ തന്നിരിക്കും. ഏയ്, അതിനെനിക്ക് കൂലിയുടെ ഒന്നും ആവശ്യമില്ല. എന്റെ അമ്മാവനെ സഹായിക്കുന്നതിന് എനിക്കെന്തിനു കൂലി?
ഞാനതൊരു സേവനമായി ചെയ്തുകൊള്ളാം. ഹേയ്, അത് വേണ്ട. നാളെ നിന്റെ അപ്പനോടും അമ്മയോടും ഒക്കെ ഞാൻ കണക്ക് പറയേണ്ടി വരും. അങ്ങനെയെങ്കിൽ എനിക്ക് കൂലിയായി പണം വേണ്ട. പിന്നെ നിനക്ക് എന്താണ് ആവശ്യം? വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൗത്യവുമായി ഞങ്ങളുടെ പിതാവ് അബ്രഹാം എന്നെ പോലെ ഒരു ദാസനെ ഇവിടേക്ക് അങ്ങേ കാണാൻ അയച്ചിരുന്നല്ലോ. അതെ അതെ, അതേ ഉദ്ദേശത്തോടെയാണ് അമ്മയും അപ്പനും എന്നെയും ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. നിർബന്ധമെങ്കിൽ കൂലിയായി അങ്ങയുടെ മകളെ എനിക്ക് 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 വിവാഹം ചെയ്തു തന്നാൽ മതി. അത് 100% ശരിയാ. അവരും അതാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെയും ഇതാണ് ആഗ്രഹിക്കുന്നത്. അവിടെയും അതാണ് ആഗ്രഹിക്കുന്നത്. യാക്കോബ്, ഞങ്ങളുടെ നാട്ടുനടപ്പനുസരിച്ച് ഒരു പുരുഷന് പെണ്ണിനെ ഭാര്യയായി നൽകുമ്പോൾ കുറഞ്ഞത് 30 ശേക്കൽ പൊൻപണമെങ്കിലും നൽകേണ്ടതുണ്ട്. നിന്റെ അപ്പനും അതുതന്നെ നൽകിയാണ് എന്റെ പെങ്ങൾ റബേക്കയെ ഇവിടെ നിന്നും കൊണ്ടുപോയത്. അത് കുഴപ്പമില്ല. എന്റെ കൂലിയിൽ അത് കണക്ക് കൂട്ടിയാൽ മതി. 100% നല്ലൊരാശയം. പക്ഷെ എത്ര നാള്? ഇവിടെ 1 വർഷം ഒരാൾക്ക് കൂലിയായി ഞാൻ കൊടുക്കുന്നത് 1 ശേക്കൽ പൊൻപണമാണ്. അത് ഇരട്ടിയായി വേണ്ട, 4 ഇരട്ടിയായി നിനക്ക് കൂലിയായി ഞാൻ തന്നാൽ പോലും കുറഞ്ഞത് 7 വർഷമെങ്കിലും നീ എനിക്കായി പണിയെടുക്കണം. എങ്കിൽ മാത്രമേ ആ തുകയ്ക്ക് തുല്യമാകൂ. കുറഞ്ഞത് 7 വർഷം. 7 വർഷമോ? നീശാനെ, നീ ഒന്ന് മിണ്ടാതിരിക്കി. ഞാൻ എന്തിനു മിണ്ടാതിരിക്കണം? 70 വർഷമോ? ഇവിടെ നിന്ന് ആളുകളെ തീറ്റിക്കും. ഞാൻ എന്റെ നാട്ടിലേക്ക് അങ്ങ് അസീറിയയിലേക്ക് തിരികെ പോവുകയാണ്. ദൈവം അനുവദിച്ച നമുക്ക് വീണ്ടും കാണാം. നീശാനെ, നീ ഇതെവിടെ പോകാൻ? ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നീ എന്നോടൊപ്പം ഇവിടെ തന്നെ ഉണ്ടാവും. എന്റെ സഹായിയായി നീ ഇവിടെ തന്നെ ജോലി ചെയ്യും. യാക്കോബ്, എനിക്ക് ധൃതിയില്ല. നീ ആലോചിച്ചൊരു തീരുമാനം എന്നോട് പറഞ്ഞാൽ മതി. ഇതിൽ ആലോചിക്കാൻ എന്തിരിക്കുന്നു? അങ്ങയുടെ മകൾ എന്റെ മുറപ്പെണ്ണാണ്. എന്റെ അപ്പനും അമ്മയ്ക്കും ഏറെ ആഗ്രഹം അങ്ങയുടെ പുത്രിമാരിൽ ഒരുവളെ ഞാൻ വിവാഹം ചെയ്യണമെന്നതാണ്. അതിനായി 7 വർഷം പണിയെടുക്കുവാൻ ഞാൻ തയ്യാർ. നീ തയ്യാറെങ്കിൽ, നിനക്ക് സമ്മതമെങ്കിൽ, ഇന്നേക്ക് 7-ാം വർഷം തികയുന്ന മാസം നല്ലൊരു ദിവസം നോക്കി ഞാൻ എന്റെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തരുമെന്ന് വാക്കു തരുന്നു. ഇത് നാഹൂറിന്റെ മകൻ ലാബാന്റെ വാക്ക്. വർഷങ്ങൾ കടന്നുപോയി. വാക്കുകളില്ലാത്ത പ്രണയം, സ്വപ്നങ്ങൾ കൂലിയായി, വിയർപ്പ് പ്രാർത്ഥനയായി. യാക്കോബ് ഇപ്പോൾ അവിടെ ഒരു അതിഥിയല്ല, ആ കുടുംബത്തിലെ ഒരു അംഗമാണ്, ഒരു തൊഴിലാളിയാണ്. അവൻ ആടുകളുടെ എണ്ണം കൂട്ടി, സമ്പാദ്യം വർദ്ധിപ്പിച്ചു. അപ്പന്റെ വിശ്വാസം നേടുന്നവൻ. അത് ലാബാന്റെ ആൺമക്കളുടെ കണ്ണിൽ ഒരു ഭീഷണിയായി മാറുന്നു. ലാബാന്റെ ഭവനത്തിൽ ഇപ്പോൾ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും അളവ് കുറഞ്ഞ് കപടതയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന യാക്കോബ്. ശത്രുത വളരുന്നുവെന്നറിഞ്ഞിട്ടും അവൻ മുമ്പോട്ട് മാത്രം നോക്കുന്നു. ഇനി വെറും ജോലി മാത്രമല്ല, യാക്കോബിന്റെ വിധിയും ഇവിടെ എഴുതി തുടങ്ങുന്നു. യാക്കോബ്, യാക്കോബ്, യാക്കോബ്! എവിടെ തിരിഞ്ഞാലും യാക്കോബിന്റെ പേര് മാത്രം. ചെയ്തതോ അനീതി. സെബ, ഗിദയോൻ ഈയിടെയായി എപ്പോഴുമായി യാക്കോബുമത്താണ് സഞ്ചാരം. അതെ, അവനാണ് നാം ആടിനെ തീറ്റാൻ പോകുന്ന ഹെബ്രോൻ താഴ്വരയും പച്ചപ്പുല്ല് നിറഞ്ഞ ഷേക്കേം പുൽത്തകിടിയും ഒക്കെ യാക്കോബിന് കാട്ടിക്കൊടുത്തത്. അതനുവദിച്ചുകൂടാ. അല്ലാത്ത പക്ഷം അവൻ നമ്മുടെ എല്ലാ പുൽമേടുകളും കൈയടക്കും. പിന്നെ
നാം ആടുകളെ തീറ്റുവാൻ വരണ്ട മണൽക്കാടുകളിൽ അഭയം തേടേണ്ടി വരും. എന്തിനാണ് അപ്പൻ ഇവനെ, ഈ ചതിയൻ യാക്കോബിനെ ഇവിടെ പിടിച്ചു നിർത്തിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സെബ, എത്ര ഒത്തൊരുമയോടുകൂടി കഴിഞ്ഞിരുന്ന വീടാണ് നമ്മുടേത്. ആ യാക്കോബും ദേശാനും വന്നതിന് ശേഷം ഒരു സമാധാനവുമില്ലാതായി. ആ റാഹേലും ഗിദയോനും എപ്പോൾ നോക്കിയാലും അവന്റെ ആ കറുത്ത കൂടാരത്തിലാ. നമുക്ക് അപ്പനോട് ഇത് പറഞ്ഞു മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എത്രയും വേഗം അവനെ ഇവിടെ നിന്ന് പലായനം ചെയ്യിക്കണം, അവന്റെ നാട്ടിലേക്ക്, ആ കനാനിലേക്ക്. അല്ലാത്ത പക്ഷം അവൻ അപ്പനെയും വശത്താക്കും. യേശാവിന്റെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തതുപോലെ അതെ, ഒരു പക്ഷേ എന്റെ ജ്യേഷ്ഠന്റെ കടിഞ്ഞൂലവകാശം അവൻ അപ്പനിൽ നിന്ന് തട്ടിയെടുത്തെന്ന് വരാം. ചേട്ടനെ ഇവിടെ നിന്ന് ആട്ടിപ്പായിച്ചെന്ന് വരാം. അതാണല്ലോ അവന്റെ കർമ്മകുശലത. സേബ, അതാ അപ്പൻ വരുന്നുണ്ട്. ഇന്ന് തന്നെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പറയണം. അല്ലാത്ത പക്ഷം അവനെ ഭയന്ന് മാത്രമേ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂ. അവനെതിരെ നമുക്ക് കുറെ കള്ളക്കഥകൾ മെനയേണ്ടിയിരിക്കുന്നു. അത് ഞാൻ നോക്കിക്കൊള്ളാം. അപ്പനോ, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. എന്നാലും എടാ സേബ, അപ്പാ, നമ്മുടെ കൂട്ടത്തിലുള്ള മുഴുത്ത പുള്ളിയുള്ള മുട്ടാടുകളെയൊക്കെ ആ യാക്കോബ് തെരഞ്ഞെടുത്ത് കൊണ്ടുപോയത് എത്ര അനീതിയാണ്. ആരുടെ കാര്യമാണ് ആമാൻ? ആരാണ് നിങ്ങളോട് അനീതി കാട്ടിയത്? ഈ നാട്ടിൽ ആരാ പുതിയതായി ഞങ്ങളോട് അനീതി കാട്ടാനുള്ളത്? ഒരേ ഒരുത്തൻ മാത്രമല്ലേ ഉള്ളൂ, അതും അപ്പന്റെ അനുവാദത്തോടെ. എന്റെ അനുവാദത്തോടെ? അതാരാണ് ഞാനറിയാതെ നിങ്ങളോട് അനീതി കാട്ടാൻ ധൈര്യം കാട്ടിയത്? മറ്റാരുമല്ല, അപ്പന്റെ പുന്നാരനന്തരവൻ, ആ ചതിയൻ യാക്കോബ്. ഇവിടെയും അവൻ ചതിയുടെ ചതുരംഗക്കളങ്ങൾ നീക്കുന്നുണ്ടോ എന്നൊരു സംശയമില്ലാതില്ല. ഓഹോ, ആമാൻ, എന്താണ് നിനക്കിപ്പോൾ അങ്ങനെ തോന്നാൻ ഒരു കാരണം? അപ്പാ, എന്റെ ആട്ടിൻകൂട്ടങ്ങളിൽ നിന്നും മുഴുത്ത 10 മുട്ടാടുകളെ, അതും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പുള്ളിയുള്ള ആടുകളെ മാത്രം തിരഞ്ഞെടുത്തു കൊണ്ടുപോയിരിക്കുന്നു. പകരം മെലിഞ്ഞ കുറെ മുട്ടാടുകളെ അവിടെ കൊണ്ടുവന്നങ്ങ് തള്ളി. ആ ഗിദയോനും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. അപ്പോൾ അവൻ ആടുകളുടെ സങ്കരശാസ്ത്രവും അറിഞ്ഞിരിക്കുന്നു. മനസ്സിലായില്ല. ഇല്ല, നിങ്ങൾക്ക് മനസ്സിലാകില്ല. കാരണം നിങ്ങൾ ആട്ടിൻകൂട്ടിൽ കാവലിരിക്കുന്നതിന് പകരം ഇവിടെ വീട്ടിൽ കയറി അടയിരിക്കുകയല്ലേ ചെയ്യുന്നത്. യാക്കോബ്, അയാൾക്കൊപ്പം പണിയെടുക്കുവാൻ തോഴൻ ദിശാനും ഉണ്ടെന്ന് പറഞ്ഞ് കൂലി കൂടുതൽ ചോദിച്ചപ്പോൾ അവന്റെ പക്കൽ കുറെ വെളുത്ത മുട്ടാടുകൾ മാത്രമാണെന്നറിയാവുന്ന ഞാൻ അവനോട് പറഞ്ഞു, അടുത്ത തവണ ജനിക്കുന്ന പുള്ളിയുള്ള പെണ്ണാട്ടിൻ കുട്ടികളൊക്കെ നിന്റെ സ്വന്തമെന്ന്. അപ്പോൾ അവൻ ഞാനറിയാതെ, നീ അറിയാതെ, നീയും അറിയാതെ നിന്റെ തൊഴുത്തിലെ കൊഴുത്ത പുള്ളിയുള്ള മുട്ടാടുകൾ അവന്റെ തൊഴുത്തിലും, അവന്റെ തൊഴുത്തിലെ വെളുത്ത മെലിഞ്ഞ മുട്ടാടുകൾ നിന്റെ തൊഴുത്തിലും അങ്ങനെ വന്നപ്പോൾ എങ്ങനെയാവും ആമോൻ? പറ, ആരാണ് അടിമകൾ? നിന്റെ തൊഴുത്തിന് കാവൽ നിന്ന ആ കള്ള പൈസകൾ, നിന്റെ അനുവാദമില്ലാതെ ആടുകളെ കൈമാറ്റം ചെയ്ത അടിമ നായ്ക്കൾ. ഇന്നു രാത്രി തന്നെ അവരെ ഈ ഹാരാൻ മരുഭൂമിയിൽ ജീവനോടെ അടക്കിയിരിക്കണം. അപ്പാ, ഇത് തന്നെയല്ല അപ്പ. അപ്പനറിയാതെ വേറെ പല ചതികളും ഇവിടെ നടക്കുന്നുണ്ടോ എന്നൊരു സംശയം. എപ്പോഴും ആ ഗിദയോനും റാഹേലും അവന്റെ കൂടാരത്തിലാണ്. ഓഹോ, റാഹേൽ എന്തിന് അവന്റെ കൂടാരത്തിൽ പോകണം? അപ്പോൾ കണ്ട കാഴ്ചകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ
ഞാൻ കേട്ടതൊക്കെ ശരിയാണ്. അപ്പാ, അപ്പൻ എന്തിനാ ഈ ചതിയനായ ഇവനെ ഇവിടെ നിർത്തിയേക്കുന്നത്? അല്ല, അങ്ങയുടെ മക്കളിൽ ഒരുവനായി പോറ്റി വളർത്തുന്നത് എന്തിനാ? മക്കളിൽ ഒരുവനായെന്നോ? അവൻ എനിക്ക് വെറും ഒരു കൂലിക്കാരൻ മാത്രമാണ്. 7 വർഷത്തേക്ക് പാട്ടം പറഞ്ഞുറപ്പിച്ച ഒരു കൂലിക്കാരൻ മാത്രം. നിന്റെ അപ്പനായ ഈ ലാബാനെ പറ്റി നീ എന്ത് വിചാരിച്ചു ആമോൻ? യാക്കോബ് പാട്ടം പറഞ്ഞുറപ്പിച്ച കൂലിക്കാരനോ? മനസ്സിലായില്ല. അവൻ ഇവിടെ ഒളിച്ചു പാർക്കാൻ വന്നപ്പോൾ അവൻ ഒരു മോഹം, എന്റെ പെൺമക്കളിൽ ഒരാളെ കെട്ടണമെന്ന്. വെറുതെ ഒരു മോഹം. എന്നാൽ ആയിക്കോട്ടെ എന്ന് ഞാനും. പക്ഷേ അതിനു പകരമായി അവൻ 7 വർഷം എനിക്കായി പണിയെടുക്കണം. എന്റെ തോട്ടങ്ങളിൽ, എന്റെ പശുത്തൊഴുത്തിൽ, ഞാൻ പറയുന്നിടത്തൊക്കെ. അങ്ങനെയുള്ള ഒരുവൻ എങ്ങനെയാണ് മോൻ എന്റെ മക്കളിൽ ഒരുവനാകുന്നത്? അവൻ എന്റെ അടിമയല്ലേ? എന്റെ മകളെ വിവാഹം ചെയ്യുന്നതുവരെ അവൻ വെറും ഒരു അടിമ. ഓഹോ, അപ്പോൾ അതാണ് അവൻ റാഹേലുമായി കൂടുതൽ അടുക്കുവാനും അടുത്തിടപഴകുവാനും ധൈര്യം കാട്ടിയത്. അപ്പൻ അവന് കൊടുത്ത വാക്ക്, അധികാരം, അതാണ് അവന്റെ ധൈര്യം. എന്റെ മകളിൽ ഒരുവളുടെ മേൽ 7 വർഷം കഴിഞ്ഞുള്ള അധികാരം മാത്രമേ ഞാൻ അവന് കൊടുത്തിട്ടുള്ളൂ. എന്റെ മനസ്സിലും ചില പദ്ധതികളൊക്കെ ഉണ്ട്. വേണമപ്പാ, അപ്പന്റെ ഏത് നീക്കത്തിനും ഞാനും സേവയും എപ്പോഴും അപ്പനോടൊപ്പം ഉണ്ടാവും. എവിടെ നിന്റെ അമ്മമാരും സഹോദരിമാരും ഒക്കെ? അപ്പാ, അവിടെ അതാ ആരാധനാ ഗാനം കേൾക്കുന്നു. അവർ അവിടെ പോയതായിരിക്കാം. ആരാധനാ സമയമായി. എന്നാ ഞാൻ അങ്ങോട്ട് പോകാം, നിങ്ങളും പോരൂ. ഞങ്ങളും അവിടേക്ക് ഇറങ്ങാൻ തുടങ്ങിയതാ. അപ്പോഴാണ് അപ്പൻ ഈ വഴി വന്നത്. അപ്പൻ അങ്ങോട്ട് പോകുന്നെങ്കിൽ എന്നാ വരട്ടെ മക്കളെ. ശരിയപ്പാ. ഷെബ, എങ്ങനെയുണ്ട്? നമ്മൾ സ്നേഹത്തിൽ പൊതിഞ്ഞ് അവന് തിരികെ കൊടുത്ത മറുപടി. യാക്കോബ്, കളി കാണാൻ കിടക്കുന്നതേയുള്ളൂ. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് വന്നെത്തുന്നത് കണ്ടോ സേബ? ഞാൻ അപ്പന്റെ മകനായത് കൊണ്ടല്ലേ അപ്പൻ ചിന്തിക്കുന്നത് പോലെയെല്ലാം എന്റെ മനസ്സിലും വന്നത്. അതുകൊണ്ടേ ഇനി നമുക്ക് അപ്പന്റെ പുറകിലങ്ങ് നിന്നു കൊടുത്താൽ മതി. ബാക്കിയെല്ലാം എന്റെ അപ്പനായ ലാബാന്റെ കുതന്ത്രത്തിലൂടെ അങ്ങ് പോകും. അവൻ നിരത്തിയ ചതിയുടെ ചതുരംഗപ്പലകയിലെ കരുക്കൾ ഇനി നമ്മൾ നീക്കും. എടാ ദീശാനെ, നിനക്ക് ഈയിടെയായി കുറെ മടി കൂടുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. 100ക്ക് 100 ശരിയാ. അല്ലല്ല,
അതൊക്കെ അങ്ങയുടെ ഒരു തോന്നൽ മാത്രമാണ്. തോന്നലൊന്നുമല്ല, നീയും ആ ദിൽഷയും തമ്മിലുള്ള ചുറ്റിക്കളികളൊക്കെ ഞാൻ അറിയുന്നില്ല എന്ന് നീ കരുതരുത്. അങ്ങ് റാഹേലുമായി ചുറ്റിക്കളിക്കുമ്പോൾ എനിക്കും ഒരു നേരമ്പോക്കൊക്കെ വേണ്ടേ? നേരം പോക്കൊക്കെ നല്ലതാണ്, നിനക്കറിയാവുന്നതാണല്ലോ. ആ ആമോനും സേബായും ഇതങ്ങാനും അറിഞ്ഞാൽ ആ അടിമപ്പെണ്ണിനെയും നിന്നെയും ഒരേ കുഴിയിലിട്ട് അവർ മൂടും, അതും ജീവനോടെ. കഴിഞ്ഞ ആഴ്ചത്തെ കഥ നിനക്കറിയാവുന്നതാണ്. എന്തൊരു ക്രൂരതയായത്! 10 ആടുകളെ കൈമാറ്റം ചെയ്യുമെന്ന് പറഞ്ഞ് പാവങ്ങളായ അടിമകളെ കൊല്ലുക. ഇതില് ഭേദം നമ്മുടെ നാട് തന്നെ. ഞാൻ പോവുക. വരുന്നു 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 വരുന്നു. ആര്? ഓ, റാഹേലും തോഴിയുമോ? എടാ ദിശാനെ, ഈ വെള്ളം നീ ആടുകൾക്ക് ഇങ്ങ് എടുത്തു കൊടുത്തേ. അയ്യോ അയ്യോ, എന്റെ കാലിനും കൈക്കും ഒക്കെ ഭയങ്കര വേദന. ദിശാൻ ചേട്ടാ, ദിശാൻ ചേട്ടന് ഇത് എന്തു പറ്റി? ആകെ വയ്യാത്തതുപോലെ തോന്നുന്നല്ലോ. ആ ശരിയാണ്, ഈ ഇടയായി ദിൽഷയെ കണ്ടില്ലെങ്കിൽ ഇവന് ചെറിയൊരു അസുഖം തുടങ്ങിയിട്ടുണ്ട്. അത് കണ്ടാലും ഉണ്ട്, ഇപ്പൊ കണ്ടില്ലെങ്കിലും ഉണ്ട്. ഇത് രോഗം വേറെയാ. അതെ അതെ, എനിക്കും അത് തോന്നാതിരുന്നിട്ടില്ല. ദേ ഈ ദിൽഷയ്ക്കും ചിലപ്പോഴൊക്കെ ഈ അസുഖം തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ സമയമായി. എന്തൊരു ഭാരം ഇത്! ഓ, എടി ദിൽഷേ, ഇങ്ങോട്ട് വന്നേ. ഈ പാത്രത്തിൽ ഒന്ന് പിടിച്ചേ. എന്തൊരു ഭാരം ഇതിന്! എന്റെ കാലുകൾക്കൊക്കെ എന്തൊരു വേദന! എടി ഇങ്ങോട്ട് വന്നേ. എടി ഇത് എടുത്തോണ്ട് പോടാ. അയ്യോ, അത് ഞാനങ്ങ് മറന്നുപോയി. അപ്പൊ ഞാൻ എന്തോ എടുത്തോണ്ട് പോയത് അവളെ ആയിരുന്നു. ഇതല്ല, 2 പാത്രം വെള്ളം ഒറ്റക്കെടുത്തോണ്ട് പോകുന്നവനാ. അരപാത്രം വെള്ളം വെക്കാൻ സഹായി വേണം പോലും. നടക്കട്ടെ നടക്കട്ടെ, അതിന്റെ കാരണം എന്താണെന്നറിയാമല്ലോ. ദേ ജ്യേഷ്ഠനും സേബയും ഇങ്ങോട്ട് വരാനുള്ള പുറപ്പാടാ. അവരിങ്ങ് എത്തുന്നതിന് മുമ്പ് എനിക്ക് തിരികെ പോകണം. ഏയ്, നിന്റെ ജ്യേഷ്ഠൻ ആമോൻ എന്റെ കൂടാരത്തിൽ വരാൻ സാധ്യത കുറവാണ്. എന്താണെന്നറിയില്ല, അയാൾക്ക് എന്നെ അത്രയ്ക്ക് ദേഷ്യമാ. അല്ല, ഞാൻ കണ്ടതാ അവർ ഇവിടേക്ക് വരുന്നത്. ഞാൻ തിരികെ പോകാൻ തുടങ്ങിയതാണ്. എനിക്ക് കാണാതിരിക്കാൻ കഴിയുന്നില്ല. ഒരു നോക്ക് കണ്ടിട്ട് പോകാമെന്ന് കരുതി. അപ്പോ ഒരു നോക്ക് കണ്ടാ മതിയോ? എങ്കിൽ കണ്ടില്ലേ, പൊയ്ക്കോളൂ. നീ എപ്പോഴും എന്റെ കൺമുന്നിൽ തന്നെ ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിനക്കൊരു നോക്ക് കണ്ടാൽ മതി, അല്ലേ? പോന്നേ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എനിക്കും അങ്ങേ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെന്നാണ് ആഗ്രഹം. ഏറിയാൽ 1 മാസം. 7 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നീ എനിക്ക് സ്വന്തം. ഈയിടെയായി ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നത് പോലെ തോന്നുന്നു യാക്കോബ്. അതങ്ങനെയാണ് പ്രിയേ. നാം എന്തിനു വേണ്ടി കാത്തിരിക്കുന്നുവോ അതകന്നകന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും. പ്രതീക്ഷിക്കാത്തത് വേഗം അടുക്കുകയും ചെയ്യും. അതാണ് പ്രപഞ്ച സത്യം. അല്ല, അങ്ങ് ജ്യേഷ്ഠനോടോ അപ്പനോടോ വഴക്കുണ്ടാക്കുകയോ മറ്റോ ചെയ്തോ? വഴക്കോ? എന്തിന് ഞാൻ അവരോട് വഴക്കിടണം? ഞാൻ നിന്റെ ചേട്ടന്മാരെ കണ്ടിട്ട് തന്നെ എത്രയോ മാസങ്ങളായി. എന്താണ് നീ അങ്ങനെ ചോദിക്കുവാനുള്ള കാരണം? അവർ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നെ പറ്റിയോ? അതേന്നാണ് തോന്നുന്നത്.
എന്നെ പറ്റിയാണെന്ന് അറിഞ്ഞിട്ടും നീ എന്താണ് അതറിയാൻ ശ്രമിക്കാഞ്ഞത്? എവിടെയാ ആ ദിൽഷയും ദിശാനും? പോയിട്ട് കുറെ നേരം ആയല്ലോ. അവരാ വഴിയെങ്ങാനും അങ്ങ് പോയോ? അയ്യോ യാക്കോബ്, ജ്യേഷ്ഠനും ഗിദിയോനും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അവരെന്ത് വിചാരിക്കും എന്നെ കണ്ടാൽ? കണ്ടാലെന്താ, നീ എന്റെ രഹസ്യ കാമുകിയൊന്നുമല്ലല്ലോ. നിന്റെ അപ്പൻ എനിക്ക് പറഞ്ഞുറപ്പിച്ച പെണ്ണ്. ആരെന്ത് വിചാരിക്കാൻ? ഏതായാലും ഞാൻ പോവാ. ആ മോനോ, എന്താണ് പതിവില്ലാതെ ഈ വഴിയൊക്കെ? പതിവില്ലാത്തതാണല്ലോ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ. എന്തിനാണ് എന്റെ പെങ്ങൾ റാഹേൽ ഇവിടെ വന്നത്? അവൾ വന്നതെന്തിനെന്ന് അവളോട് ചോദിക്കണം. ഓഹോ, ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നീ എന്താ പറഞ്ഞേ? എനിക്ക് പറഞ്ഞുറപ്പിച്ച പെണ്ണെന്നോ? ആരാണ് ആ പെണ്ണ്? ആരാണ് നിനക്ക് പറഞ്ഞുറപ്പിച്ച പെണ്ണ്? പെണ്ണ് ഇപ്പോൾ ഇവിടെ വന്ന് പോയ റാഹേൽ. പറഞ്ഞുറപ്പിച്ചത് നിങ്ങളുടെ അപ്പൻ ലാബാൻ. അപ്പൻ റാഹേലിനെ യാക്കോബിന് പറഞ്ഞുറപ്പിച്ചെന്നു. അത് കൊള്ളാമല്ലോ. ഞങ്ങൾ ആരും അതറിഞ്ഞില്ലല്ലോ. ആര് പറഞ്ഞു? എന്ത് പറഞ്ഞുറപ്പിച്ചു? ഞാനേ അപ്പനോടൊന്ന് ചോദിക്കട്ടെ, നിനക്കെന്റെ പെങ്ങൾ റാഹേലിനെ പറഞ്ഞുറപ്പിച്ചോ എന്ന്? ചോദിക്കേ, നീ പോയി നിന്റെ അപ്പനോട് തന്നെ ചോദിക്കേ. 7 വർഷം അപ്പന് വേണ്ടി പണിയെടുത്താൽ അപ്പന്റെ മകളെ എനിക്ക് നൽകാമെന്ന് അപ്പൻ എനിക്ക് തന്ന വാക്ക്, പറഞ്ഞുറപ്പിച്ച വാക്ക്. അതിലെന്ത് തെറ്റ്? റാഹേൽ യാക്കോബിന്റെ മുറപ്പെണ്ണല്ലേ? നിനക്കെന്തറിയാം ഗിദെയോൻ? ഇവൻ ഈ യാക്കോബ് ഇവിടെ കൂടിയിരിക്കുന്നതേ അവന്റെ നാട്ടിൽ സ്ഥലമില്ലാഞ്ഞിട്ടാണെന്നാണോ നീ കരുതിയത്? അവന്റെ ജ്യേഷ്ഠന്റെ സർവ്വസമ്പത്തും സ്വന്തം അപ്പനിൽ നിന്ന് അപഹരിച്ചതിന് ശേഷം ഇവിടെ നമ്മുടെ വീട്ടിൽ കുടിയേറിയിരിക്കുന്നത് എന്തിനാണെന്ന് നീ ചിന്തിച്ചു നോക്ക് ഗിദെയോൻ. എന്റെ ചിന്തകളെ ഗ്രഹിച്ചെടുക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല മോൻ. നിനക്ക് കഴിയുമെങ്കിൽ തടയൂ. ഞാൻ റാഹേലിനെ വിവാഹം ചെയ്യുന്നത്, അവളെ ഭാര്യയാക്കി ഞാൻ കാനാനിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത്തിരി പോന്ന നീ എന്നോടോ മാറ്റുരയ്ക്കുന്നത് യാക്കോബ്? ഹ! യാക്കോബ്, ഇത് നിന്റെ ബത്ശേബയല്ല, സ്ഥലം ആരാമ്യയാണ്. ആരാമ്യ ദേശം. നിന്റെ ജ്യേഷ്ഠൻ ഏശാവിനെ പോലെ ചതിക്കപ്പെട്ടാൽ തല കുനിച്ച് നിൽക്കുന്ന ആളല്ല ഞാൻ ആമോനാണ്. ആമോൻ, ലാബാന്റെ കടിഞ്ഞാൽ പുത്രൻ ആമോൻ. നീ എന്നെ എന്ത് ചെയ്യും ആമോൻ? നിങ്ങൾ എന്തിനാ ഈ നിസ്സാര കാര്യത്തിന് വഴക്കുണ്ടാക്കുന്നത്? നീ മാറിക്കടാ ചക്ക, നിനക്ക് ഞാൻ കാട്ടിത്തരാം. ഹ! എന്നോടാ നിന്റെ പടപ്പുറപ്പാട്. നിർത്ത്. നീ എന്റെ മകനും നീ എന്റെ മരുമകനുമാണ്. ഒരേ പന്തലിൽ കൂടേണ്ടവർ. യാക്കോബ്, നിങ്ങൾ തമ്മിലുള്ള നീരസം തുടരുന്നത് നല്ലതിനല്ല. അതുകൊണ്ട് 2 ആഴ്ച ദൂരത്തേക്ക് നീ നിന്റെ ആടുകളുമായി പോകുക. അപ്പാ, അത് തിരികെ വരുമ്പോൾ കല്യാണ ഒരുക്കങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നീ പോയി വരൂ. മക്കൾക്ക് വേണ്ടി ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടത് മാതാപിതാക്കളല്ലേ? ഈ വീട്ടിൽ ഒരു മുറിയിൽ നിശബ്ദമായ കണ്ണീർ മാത്രം. കണ്ണുകളിൽ ലോകം മങ്ങിപ്പോയവൾ, പക്ഷേ ചിരിക്കാനും സ്വപ്നം കാണാനും പഠിച്ചവൾ. മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ അകക്കണ്ണ് തുറന്നു പിടിച്ചവൾ ഒരു വശത്ത്, മറുവശത്ത് ഭൗതിക സൗന്ദര്യം വെളിച്ചം പടർത്തി ഒരു പുരുഷന്റെ ജീവിതം മാറ്റിയവൾ. വൈകല്യങ്ങൾ തടസ്സങ്ങളാകുമ്പോൾ അവൾ അപ്പനും അമ്മയും സഹോദരങ്ങളും അനുഭവിക്കുന്ന വേദനകൾക്ക് നടുവിൽ. ശേഷം കാഴ്ചയിൽ ദൈവമേ, കാലം പോകുന്നത് എത്ര വേഗത്തിലാണ്. എനിക്കാണെങ്കിൽ തീരെ വയ്യാതായിരിക്കുന്നു. കണ്ണെത്തുന്നിടത്ത് കാതെത്തുന്നില്ല. എല്ലാം കൊണ്ടും പ്രായം കീഴടക്കിയിരിക്കുന്നു. പിന്നെ ജ്യേഷ്ഠത്തിയുടെ അനാവശ്യമായ വേവലാതികളും ദുഃഖവുമാ ഇത്രയും വലിയൊരു രോഗിയാക്കി തീർക്കുന്നത്.
അനാവശ്യമായ വേവലാതികളോ? എങ്ങനെയാണ് ഞാൻ ഈ കല്യാണ കാര്യം അവളുടെ മുൻപിൽ ഒന്ന് അവതരിപ്പിക്കുക? ആ മോന് ലയയുടെ കല്യാണം എത്രയും വേഗം നടത്തണമെന്ന ആഗ്രഹം. നീ ഒന്ന് സമാധാനിക്ക്. ദൈവം ഏതെങ്കിലും ഒരു വഴി നമുക്ക് തുറന്നു തരാതിരിക്കില്ല. കെതുമ, നിന്നെ അവൾക്ക് സ്വന്തം അമ്മയായ എന്നേക്കാൾ കൂടുതൽ ഇഷ്ടമാണല്ലോ. നീ അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കൂ. പിന്നെ സ്വന്തം മകളായ റാഹേല് പോലും ഞാൻ പറഞ്ഞാ കേൾക്കാത്ത സ്ഥിതിയിലെത്തിയിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞാ ലയ കേൾക്കാൻ പോകുന്നത്. എങ്കിലും ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ആ ചേച്ചി, ദേ ഗിദയോനും സേബിയും വരുന്നുണ്ട്. എവിടെ പോയിട്ടാണോ ആവോ ഈ വരവ്? അമ്മേ, നിങ്ങൾ ഇത്ര രാവിലെ എവിടെ പോയിട്ട് വരുവാ? എത്രമാത്രം ജോലിയാണ് ഇവിടെ ഉള്ളതെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങളാ യാക്കോബിന്റെ ആട്ടിൻകൂട്ടങ്ങളെ ഒന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ പോയതാണ്. 40 ആടുകളും 6 ഒട്ടകങ്ങളും 17 കാലികളും കഴിഞ്ഞ മാസത്തേക്കാൾ കുറവുണ്ട്. കള്ളന്മാർ പെരുകിയിരിക്കുന്നു അമ്മേ. നിങ്ങൾ അപ്പനും മക്കൾക്കും സമ്പത്തിനോട് ഇത്രമാത്രം ആർത്തി. എപ്പ നോക്കിയാലും ആടുകളും ഒട്ടകങ്ങളും കാലികളുടെ കണക്കെടുപ്പും മാത്രം. ഇവിടെ ഞങ്ങൾ സ്ത്രീകൾ വിഷമിക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? അല്ല, അമ്മമാർക്ക് ഇപ്പൊ എന്ത് വിഷമമാ അലട്ടുന്നത്? ഞങ്ങള് പുറത്തുപോയി കറങ്ങുന്നത്? അതോ നിങ്ങളുടെ പെൺമക്കളെ ഓർത്തോ? അല്ലെങ്കിൽ നമ്മുടെ കല്യാണക്കാര്യം വല്ലതും ഓർത്തിട്ടായിരിക്കും. കല്യാണക്കാരും തന്നെ, പക്ഷേ നിങ്ങളുടേതല്ല. നിങ്ങളുടെ പെങ്ങൾ ലയയുടേത്. യാക്കോബുമായുള്ള ലയയുടെ വിവാഹം പറഞ്ഞു സമ്മതിപ്പിക്കണമെന്നാ നിങ്ങളുടെ ജ്യേഷ്ഠൻ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ എന്താ ഒരു പക്ഷേ? ജ്യേഷ്ഠൻ അത് ഞങ്ങളോടും പറഞ്ഞിരുന്നു. എന്തായാലും റാഹേലിനെയാണ് യാക്കോബ് ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവന്റെ ആഗ്രഹങ്ങൾ പോലെ ഇവിടെ അവളുടെ അപ്പനും അമ്മമാർക്കും ചില ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? മൂത്തവളായ ലയയുടെ വിവാഹം നടത്താതെ എങ്ങനെ ഇളയവളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കും? നമ്മൾ പറയുന്നതിലും ഒരു ശരികേടുണ്ടമ്മേ. ഇത്രയും നാൾ കഴിഞ്ഞ 7 വർഷം സ്വന്തമെന്ന് കരുതി ഹൃദയത്തിൽ കൊണ്ടു നടന്ന അനുജത്തിയുടെ കാമുകനെ ഭർത്താവാക്കണമെന്ന് പറയുന്നത് എന്ത് ന്യായമാണുള്ളത്? ഗിദയോൻ, നീ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കരുത്. കാഴ്ച മങ്ങിയ നിന്റെ ജ്യേഷ്ഠത്തി ലിയ എത്രമാത്രം ദുഃഖം മനസ്സിലൊതുക്കിയാണ് കഴിയുന്നതെന്ന് നിനക്കറിയില്ല. പ്രായം കഴിഞ്ഞിട്ടും അവിവാഹിതയായി നിൽക്കേണ്ടി വരുന്ന ഒരു പെണ്ണിന്റെ മനസ്സ് മറ്റൊരു സ്ത്രീക്ക് മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ, പ്രത്യേകിച്ചൊരമ്മയ്ക്ക്. അവനത് അറിയാഞ്ഞിട്ടൊന്നുമല്ലമ്മേ. പുന്നാര അനുജത്തിയോട് അവനുള്ള അടുപ്പം അതുതന്നെ. എത്രയെത്ര യുവാക്കളാണ് ഇതുവരെ ജ്യേഷ്ഠത്തിയെ കാണാൻ വന്നത്. അവരുടെ മൂർച്ചയുള്ള കൂരമ്പുകൾ തറച്ച വാക്കുകൾ, കുറ്റപ്പെടുത്തലുകൾ. അതെ, ഈ ലോകത്ത് സൽസ്വഭാവത്തെക്കാൾ ആളുകൾക്കിഷ്ടം മുഖകാന്തിയും മധുരം തുളുമ്പുന്ന വാക്കുകളുമാണ്. നശ്വരമായ പുറം ഭംഗിയേക്കാൾ അനശ്വരമായ മനം ഭംഗിക്ക് ഈ ലോകത്ത് എന്തു വില? ഇതൊരു പകപോക്കലല്ലേ സെബ? നീയും ജ്യേഷ്ഠനുമൊത്ത് യാക്കോബിനെ ദൂരത്തേക്ക് അയച്ചത് ഞാൻ അറിഞ്ഞില്ലെന്ന് കരുതണ്ട. നീ എന്തറിഞ്ഞെന്നാ? ദൂരത്തേക്ക് അയക്കാൻ ഞാനോ അവന്റെ ഉടയോൻ? ഉടയോൻ അപ്പനുമൊത്ത് ആമോൻ യാക്കോബിനോട് ചെയ്യുന്ന ചതി. എന്ത് ചതി? ചതിക്കുന്നത് അവനാണ്, ആ യാക്കോബ്. ഇന്നലെ രാവിലെയും നീ കണ്ടതല്ലേ എത്ര ആടുകളാണ് കുറവുള്ളത്, എത്ര ഒട്ടകങ്ങളും കാലികളുമാണ് കുറവുള്ളതെന്ന് നീ കണ്ടതല്ലേ. എന്ത് ചതിയാണ് ഞങ്ങൾ ചതിച്ചതെന്നാണ് നീ പറയുന്നത്? അത് നിനക്കറിയില്ലേ സെബ? യാക്കോബ് കഴിഞ്ഞ ദിവസവും ആമോനോട് കയർത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് റാഹേലിനെ വിവാഹം ചെയ്തു നൽകാമെന്ന്. എന്നാര് പറഞ്ഞു? ഇന്നലെയും അപ്പൻ എല്ലാവരോടുമായി വ്യക്തമായി പറഞ്ഞതാണ്. മകളെ കെട്ടിച്ചു കൊടുക്കാമെന്ന് മാത്രമേ യാക്കോബിന് വാക്കു കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ എന്റെ മകൾ റാഹേലിനെ കെട്ടിച്ചു കൊടുക്കാമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. നിർത്ത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ യാക്കോബിന്റെ പേരിൽ വഴക്കിടുന്നത്? അല്ലെങ്കിൽ തന്നെ ഈ യാക്കോബ് അത്ര വലിയ നീതിമാനൊന്നുമല്ലല്ലോ. സ്വന്തം അപ്പനെയും ജ്യേഷ്ഠനെയും ചതിച്ചു പറ്റിച്ച് നാടും വീടും വിട്ട് ഒളിച്ചു താമസിക്കാനല്ലേ ഇവിടെ എത്തിയത്? ഷേബയിൽ വിതച്ചത് ആരാമിൽ കൊയ്തു എന്ന് വിചാരിച്ചാ മതി. ആ ദിൽഷയും ലേയുമല്ലേ വരുന്നത്.
ഇനി ഞാൻ ഇവിടെ നിന്നാല് വീണ്ടും ഒരു വഴക്കിനുള്ള സാധ്യതയുണ്ട്. അതാ നല്ലത്. നിങ്ങൾ അകത്ത് പോ. നിന്നോട് ഇനി പ്രത്യേകിച്ച് പറയണോ? കേറിപ്പോകത്ത്. നിങ്ങൾ കാണിക്കുന്നതെല്ലാം കണ്ട് ഞാൻ സഹിക്കണോ അല്ലേ? നിങ്ങളുടെ ചിന്താഗതികളോട് എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല. കെതുമ, നമ്മുടെ കാലഘട്ടവും ഇപ്പോഴത്തെ കുട്ടികളുടെ ചെയ്തികളും നോക്കൂ. അമ്മയപ്പന്മാർ പറയുന്നത് മാത്രം അനുസരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ രീതികൾ, അതിനൊപ്പം നമ്മളും മാറേണ്ടിയിരിക്കുന്നു. അത് ശരിയാ. ആ റാഹേലിനോട് എത്ര പ്രാവശ്യം പറഞ്ഞു അവന്റെ കൂടാരത്തിൽ പോകരുതെന്നും കൂടുതൽ അവനുമായി ഇടപഴകരുതെന്നും. പക്ഷെ അവൾ അനുസരിക്കാറുണ്ടോ? അമ്മ, അമ്മ, ആഹാ, ഇന്നെന്റെ കുട്ടി സുന്ദരിയായിരിക്കുന്നല്ലോ. അമ്മ, ഗിദയോൻ, ഗിദയോൻ, നീ എവിടെയാണ്? നിന്റെ വസ്ത്രത്തിൽ പുരട്ടുന്ന ലേപനത്തിന്റെ മണമാണല്ലോ ഇവിടെയെല്ലാം. നീ എവിടെയാണ്? ആ, അവർ രണ്ടുപേരും അല്പം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. കാഴ്ച കുറവാണെങ്കിൽ എന്താ, ചുറ്റുപാടുകളെ മനസ്സിലാക്കാനുള്ള ചേച്ചിയുടെ കഴിവ് സമ്മതിച്ചു തന്നെ ആവണം. ചുറ്റുപാടുകൾ മാത്രമല്ല, ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ മനസ്സ് മനസ്സിലാക്കാനും എന്റെ മകൾ മിടുക്കിയ. മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയാത്ത ഈ അന്തയ്ക്ക് എന്തൊക്കെ കഴിവുകൾ തന്നിട്ട് എന്ത് പ്രയോജനം? എല്ലാവരും സുന്ദരമായി ഈ ലോകത്ത് പാടിപ്പാറി നടക്കുമ്പോ ഈ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിയാനല്ലേ എന്റെ വിധി. ചേച്ചി എന്നാ പുറത്തിറങ്ങാത്തത്? മിക്കപ്പോഴും ഞങ്ങളോടൊപ്പം പുറത്തൊക്കെ വരാറുണ്ടല്ലോ. ചേച്ചിക്ക് എപ്പോ പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചാലും എന്നോട് പറഞ്ഞാൽ പോരെ? മോളുടെ കല്യാണം കൂടെ കഴിഞ്ഞാൽ ഭർത്താവുമൊത്ത് ലോകം മുഴുവൻ സഞ്ചരിക്കാമല്ലോ. കല്യാണമോ? എനിക്ക് കല്യാണമോ? അത്രയ്ക്ക് മഹാമനസ്കരായ ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ? സൗന്ദര്യമില്ലാത്തവളും അന്തയുമായി എന്നെ സ്വീകരിക്കാൻ മഹാമനസ്കതയുള്ള ആരാണ് ഈ നാട്ടിലുള്ളത്? അതൊക്കെ നിന്റെ അപ്പനും സഹോദരന്മാരും വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ചാർച്ചക്കാരിൽ നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഓഹോ, എന്നിട്ട് ഞാൻ അത് അറിഞ്ഞില്ലല്ലോ. നമ്മുടെ ചാർച്ചക്കാരിലുള്ള ആ മഹാമനസ്കൻ. ആ മഹാമനസ്കൻ നിന്റെ മുറച്ചെറുക്കനായ യാക്കോബ. യാക്കോബോ? ആ യാക്കോബ്, അത് നല്ല തീരുമാനമാ. ഇവർ തമ്മിലാകുമ്പോൾ നല്ല ചേർച്ചയാ. ദിൽഷ, നീ എന്താ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത്? എന്ത് നല്ല തീരുമാനമെന്ന്? യാക്കോബും റാഹേലും തമ്മിലുള്ള സ്നേഹം നിനക്ക് അറിവുള്ളതല്ലേ? പിന്നെ പിന്നെ എങ്ങനെ ഞാൻ? അക്കാര്യം ഓർത്ത് മോള് വിഷമിക്കണ്ട. നമ്മുടെ നാട്ടുനടപ്പനുസരിച്ച് ഒരു യുവാവിന് ജ്യേഷ്ഠത്തിയെ വിവാഹം ചെയ്തതിനു ശേഷം അനുജത്തിയെയും വിവാഹം ചെയ്യുന്നതിന് എതിർപ്പൊന്നുമില്ല എന്നതിന് തെളിവല്ലേ ഞങ്ങളുടെ ജീവിതം? അതെ അതെ, എത്ര ഒരുമയോടെയാണ് ഞങ്ങൾ ജ്യേഷ്ഠത്തിക്കൊപ്പം നിങ്ങൾ എല്ലാ മക്കളെയും വളർത്തിയത്. ഇത്രയും കാലം അപ്പനോടൊപ്പം ഞങ്ങൾ ജീവിച്ചത്. എന്റെ ദൈവമേ, എത്ര വലിയൊരു പരീക്ഷണമാണ് അബലയും അന്തയുമായ എന്റെ മേൽ നടത്തുന്നത്. നീ വിളിക്കുന്ന വലിയവനായ ദൈവം തന്നെയാണ് ഇതുപോലൊരവസരം നിന്റെ മുൻപിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതിന് ആ ദൈവത്തോട് നീ നന്ദിയാണ് പറയേണ്ടത്. എന്തിനാ ഞാൻ ദൈവത്തോട് നന്ദി പറയേണ്ടത്? എന്റെ അനുജത്തിയുടെ കാമുകനെ കവർന്നെടുക്കുന്നതിനോ അതോ യാക്കോബിന്റെ സ്നേഹം പിടിച്ചു വാങ്ങുന്നതിനോ? പറ, എന്തിനാണെന്നും പറ. ചേച്ചി എന്തിനാ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നത്? ചേച്ചിയുടെ നന്മ മാത്രമല്ലേ ഞങ്ങളുടെ എല്ലാം ആഗ്രഹം. ദിൽഷ, വിവാഹത്തിന് ശേഷം താൻ മോഹിച്ച പെണ്ണല്ല തന്റെ മണിയറയിൽ എത്തിയതെന്നറിയുമ്പോൾ ആ മനുഷ്യൻ എന്നെ ശപിക്കില്ലേ? അങ്ങനെ ശപിച്ചാൽ
ആ ശാപം ഈ അമ്മ ഏറ്റുവാങ്ങിക്കൊള്ളാം. നീ കണ്ടിട്ടില്ലേ, ആറ്റുനോറ്റ് വളർത്തി വലുതാക്കിയ എത്രയോ മക്കൾ ഭാര്യമാരുടെ വാക്കുകേട്ട് മാതാപിതാക്കളെ പുറത്താക്കുന്നത്. മോളെ, നിന്റെ മേലുള്ള ഞങ്ങളുടെ ഇഷ്ടങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയല്ല, മോക്ക് വേണ്ടിയല്ലേ. അതെന്താ നീ മനസ്സിലാക്കാത്തത്? മോളെ, കാഴ്ച മങ്ങിയ കണ്ണുകളുമായി ജനിച്ച നീ ചെറുപ്പം മുതൽ ഇന്നുവരെ മാതാപിതാക്കളായ ഞങ്ങൾക്ക് എത്രമാത്രം വേദനിച്ചു എന്നറിയാമോ? ഓരോ ചെറിയ ആവശ്യങ്ങൾക്കും നീ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് കാണുമ്പോൾ അത് കണ്ടിരിക്കുന്ന ഞങ്ങളുടെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ചു നോക്കൂ. മോളെ, ഈ അവസ്ഥയിൽ നിന്നെ ആരുടെയെങ്കിലും കയ്യിൽ സമാധാനത്തോടെ ഏൽപ്പിക്കുന്നത് വരെ ഞങ്ങൾ മാതാപിതാക്കൾക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയും? എനിക്കൊന്ന് ആലോചിക്കണം അമ്മേ. നീ ആലോചിക്കും മോളെ. നിന്റെ ഇഷ്ടമില്ലാതെ അപ്പൻ ഒരിക്കലും ഈ കല്യാണം നടത്തില്ല. ദൈവ തിരുമുമ്പാകെ നിന്റെ പ്രാർത്ഥനയെ സമർപ്പിക്കുക. അവിടുന്ന് നിനക്ക് വഴി കാട്ടിത്തരും. എന്റെ ദൈവമേ, നീ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമേ, എല്ലാം നല്ല രീതിയിൽ പര്യവസാനിക്കുവാൻ നിന്റെ അനുഗ്രഹം ഞങ്ങളോടുകൂടെ ഉണ്ടാകണമേ. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവനായ ദൈവമേ, ഞങ്ങളുടെ അപേക്ഷയിൽ നീ അവിടുന്ന് കരുണ ചൊരിയണമേ.
നിനക്ക് എന്താ പറ്റിയേ? നീ എന്താ ഇങ്ങനെ? ഈ നശിച്ച വീട്ടിൽ എന്തിന് ഞാൻ ഇനി ജീവിക്കണം? എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അവളെയല്ലേ, ആ കണ്ണുപൊട്ടിയെ. ഞാനിത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഇത് എന്റെ യജമാനത്തെ അറിയുന്നത്? ദിൽഷാൻ ചേട്ടൻ എന്നോട് അന്നേ പറഞ്ഞതാണ്, നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിനിവിടെ പലർക്കും എതിർപ്പുണ്ടെന്ന്. അതുകൊണ്ട് അവർക്കൊക്കെ അസൂയമുണ്ടാകും. എനിക്കത് അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല. എന്റെ വല്യമ്മ ആ ശലോമിയമ്മയ്ക്കേ അവരുടെ മകൾ ആ പൊട്ട കണ്ണിക്ക് ചെറുക്കനെ കിട്ടാത്തതിന് എന്നോടോ എന്റെ സൗന്ദര്യത്തോടോ അസൂയപ്പെട്ടിട്ട് എന്ത് കാര്യം? ഇവിടെ എനിക്കും ദിശാൻ ചേട്ടനും മാത്രമേ യജമാനത്തിയോട് കൂറുള്ളൂ. പിന്നെ നമ്മുടെ ആ ഗിതയോനും കുറച്ചൊക്കെ സ്നേഹമുണ്ട്. ഇവിടെ എന്റെ ദുഃഖം ഒന്ന് പങ്കിടുവാൻ ആരാണ് എനിക്കുള്ളത്? യാക്കോബിനെ കുറെ ദിവസമായി കാണാനില്ല. ആടുകളെ തീറ്റാനായി ദൂരെ എവിടെയോ അപ്പൻ അയച്ചിരിക്കുകയാണ്. ദിശാൻ ചേട്ടൻ പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു, ഒരാഴ്ച ദൂരത്തിലാണ് പോകുന്നതെന്ന്. 1-2 ആഴ്ച കഴിഞ്ഞ് മാത്രമേ തമ്മിൽ കാണുവാൻ സാധ്യതയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കഴിഞ്ഞ 7 വർഷം എന്തെന്ത് സ്വപ്നങ്ങളാണ് ഞങ്ങൾ നെയ്തു കൂട്ടിയത്. എത്ര വലിയ കാത്തിരിപ്പാണ് ഞങ്ങൾ നടത്തിയത്. ദേ വരുന്നു, എല്ലാരും ഉണ്ടല്ലോ. പുന്നാര മോൾക്കൊപ്പം നഗരം ചുറ്റാൻ ഇറങ്ങിയതായിരിക്കും. ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങിയാൽ കുഴപ്പം, നിറമുള്ള കുപ്പായം അണിഞ്ഞാൽ കുഴപ്പം. ഇത് കണ്ടില്ലേ അണിയിച്ചൊരുക്കി കൊണ്ടു നടക്കുന്നത്? ഇവൾ ആര്? രാജകുമാരിയോ? റാഹേൽ, നീ അതിരുകടക്കുന്നു. ഞങ്ങൾ ദേവാലയത്തിൽ പോയി വരികയാണ്, അല്ലാതെ നിന്നെ പോലെ നഗരസഞ്ചാരത്തിന് ഇറങ്ങിയതല്ല. ഓഹോ, ഇപ്പോൾ ഞാനൊരു നഗരസഞ്ചാരി, കുറ്റക്കാരി. ഞാൻ ജീവന് തുല്യം സ്നേഹിച്ച എന്റെ യാക്കോബിനെ സ്വന്തമാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഇവൾ ദേവാലയവാസി, വിശുദ്ധ. റാഹേൽ, നീ ഒന്ന് സമാധാനിക്കേ. അമ്മേ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ട എന്ന്. എന്തിനാണ് എന്നെ കൊല്ലാക്കൊല്ല ചെയ്യുന്നത്? മോളെ റാഹേൽ, നീ അങ്ങനെയൊന്നും പറയരുത്. എത്ര നിർബന്ധിച്ചിട്ടാണ് ലയ യാക്കോബുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചതെന്ന് നിനക്കറിയാമോ? അവൾക്ക് നിന്നോടുള്ള വാത്സല്യം നീ തിരിച്ചറിഞ്ഞില്ലെന്നേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങൾക്കൊപ്പം തുള്ളുന്ന കോലങ്ങളായി ഞാൻ നിന്ന് തരാം. എന്താണ് റാഹേൽ നീ പറയുന്നത്? ലയ നിന്റെ സഹോദരിയല്ലേ? നീ ആരെയാണ് മാതൃകയാക്കിയത്? ഞാനും കെതുമയും എത്ര സ്നേഹത്തോടെയാണ് നിങ്ങളെ സംരക്ഷിച്ച് ഒരേ ഭവനത്തിൽ കഴിഞ്ഞത്. അതല്ലേ നിങ്ങൾ മാതൃകയാക്കേണ്ടത്? ശത്രുതയും വെറുപ്പും കൊണ്ട് ആരും ഒരു നാളും ഒന്നും നേടിയിട്ടില്ല. അത് തിരിച്ചറിയാൻ നന്മയുണ്ടാവണം, ഹൃദയമുണ്ടാവണം. അതെന്റെ മകൾക്ക് അല്പമെങ്കിലും ഉണ്ടാവണ്ടേ? ദുഷ്ടജന്മം. കെതുമ, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? റാഹേൽ എന്ത് ദുഷ്ടതയാണ് കാട്ടിയത്? അവളുടെ ദുഃഖം നമ്മളോടല്ലാതെ അവൾ വേറെ ആരോടാണ് പറയേണ്ടത്? അവളുടെ സ്ഥാനത്ത് ഞാനോ നീയോ ആയിരുന്നെങ്കിൽ ഇതൊക്കെ തന്നെയല്ലേ സംഭവിക്കൂ? അമ്മേ, എഴുന്നേൽക്ക്. അമ്മ, കെതുമ, എന്താ പറ്റി? കെതുമ, എന്താണ് നിനക്ക് എന്താണ് കെതുമയ്ക്ക് പറ്റിയത്? കെതുമ, അമ്മ, കെതുമ, എന്താ പറ്റി? നിനക്ക് എന്താ പറ്റി? അമ്മേ, നിങ്ങളുടെ പ്രായത്തിൽ സ്വസ്ഥത കിട്ടണമെങ്കിൽ അമ്മേ, നിങ്ങളെ പറ്റി മാത്രം ചിന്തിക്കൂ. വാ. അസ്വാസ്ഥ്യമുണ്ടെങ്കിൽ ഇവിടെ പുറത്തിരിക്കാതെ അകത്ത് പോയി വിശ്രമിച്ചുകൂടെ? അമ്മേ, എഴുന്നേൽക്ക്. വാ. അകത്ത് പോ. എന്റെ പൊന്നുമക്കൾ രണ്ടുപേരും അവിടെ ഒന്ന് നിന്നേ. എന്താ അപ്പാ? നീ എന്റെ മൂത്ത മകൾ ലയ, നീ എന്റെ ഇളയ മകൾ റാഹേൽ. കുറെ നേരമായി ഞാൻ പുറത്തുനിന്ന് എല്ലാം കേൾക്കുകയായിരുന്നു. എല്ലാവരും അവരവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും പറയുന്നു. എന്റെ മൂത്ത മകൾ ലയ, എന്താണ് നിന്റെ ഇഷ്ടം? അപ്പാ, റാഹേൽ
എന്റെ അനുജത്തിയല്ലേ. എന്റെ ഇഷ്ടത്തേക്കാൾ അവളുടെ ഇഷ്ടമാണ് എനിക്ക് വലുത്. അതുകൊണ്ട് റാഹേൽ യാക്കോബിനെ വിവാഹം ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. ലേയുടെ ഇഷ്ടം അവൾ പറഞ്ഞു കഴിഞ്ഞു. നല്ലത്. റാഹേൽ, എന്താണ് നിന്റെ ഇഷ്ടം? അപ്പ, എനിക്ക് യാക്കോബിനെ മറക്കാനോ വെറുക്കാനോ കഴിയില്ലപ്പാ. മോളെ, നീ യാക്കോബിനെ മറക്കാനോ വെറുക്കാനോ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. എന്റെ പൊന്നുമോൾക്ക് ഈ അപ്പനോട് വെറുപ്പുണ്ടോ? അതെന്താ അപ്പൻ അങ്ങനെ ചോദിച്ചത്? അപ്പൻ എന്റെ കാണപ്പെട്ട ദൈവമല്ലേ. ആ, നിന്റെ ഈ ജ്യേഷ്ഠത്തി ലേയോട് നിനക്ക് വെറുപ്പുണ്ടോ? അത് അപ്പ, അവൾക്ക് എന്നോട് എന്ത് വെറുപ്പ്? ഞങ്ങൾ സഹോദരങ്ങളല്ലേ. ചേച്ചിയുമായി യാക്കോബിന്റെ വിവാഹം ഉറപ്പിച്ചു എന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിഞ്ഞില്ലപ്പ. ആ, ലേ എന്റെ മൂത്ത മകൾ. എനിക്ക് അവളെ കൈവിടാനോ ഉപേക്ഷിക്കാനോ കഴിയില്ല. നിന്റെ ഇഷ്ടത്തിന് നിൽക്കാതിരിക്കാനും എനിക്ക് കഴിയില്ല. അപ്പാ, എനിക്കൊരു കുഴപ്പവുമില്ല. ഞാൻ അപ്പനും അമ്മയ്ക്കും ഒപ്പം ഇവിടെ കഴിഞ്ഞുകൊള്ളാം. ഇപ്പൊ അവളുടെ വിവാഹം നടക്കട്ടെ. മകളെ, ഞങ്ങൾക്ക് പ്രായമായി വരികയാണ്. നിങ്ങളുടെ നന്മയ്ക്കായി അല്ലാതെ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് നീ കരുതുന്നുണ്ടോ? മോളെ റാഹേൽ, നിന്നോട് ഞാനൊന്ന് ചോദിക്കട്ടെ. എന്താണപ്പ? നിനക്ക് യാക്കോബിനെ അത്രയ്ക്കിഷ്ടമാണോ? അതെ, അതെ അപ്പ. അപ്പോ അവന് യാക്കോബിനും നിന്നെ അത്രയ്ക്കിഷ്ടമാണോ? അതെ അപ്പ, എന്നെയും യാക്കോബിന് അത്രയ്ക്ക് ഇഷ്ടമാണ്. അത്രയ്ക്ക് ഉറപ്പുണ്ടോ നിനക്ക്? അതെ, അതുകൊണ്ടാണല്ലോ 7 വർഷം എനിക്കായി കാത്തിരുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയും ഒരു 7 വർഷം നിനക്കായി കാത്തിരിക്കാൻ പറഞ്ഞാൽ അവൻ കാത്തിരിക്കുമോ? തീർച്ചയായും. ഞാൻ പറഞ്ഞാൽ 7 അല്ല 70 വർഷം കാത്തിരിക്കാനും യാക്കോബ് തയ്യാറാവും. എങ്കിൽ നീ യാക്കോബിനോട് പറയണം, നിന്റെ ഈ ജ്യേഷ്ഠത്തിക്ക് വേണ്ടി, എനിക്കു വേണ്ടി, നമ്മുടെ ഈ കുടുംബത്തിനു വേണ്ടി നീ പറയണം. എന്റെ പരകോടി ദൈവങ്ങളെ, दासी की गड़ा
പോയി. വിളിച്ചാൽ വിളി കേൾക്കാത്ത ലോകത്തേക്ക് അവൾ പോയി. ഉണർന്നിരുന്നപ്പോൾ നിങ്ങൾ പറയേണ്ടിയിരുന്നത് അവൾ ഉറങ്ങിയപ്പോൾ പറഞ്ഞിട്ടെന്ത് കാര്യം? ഈ ലോകം അങ്ങനെയാണ്. അരികെയുള്ളപ്പോൾ സ്നേഹിക്കാനും തലോടാനും അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തും. അകലുമ്പോഴോ നമ്മളത് കൊതിക്കുകയും ചെയ്യും. ദുഃഖിപ്പിക്കുവാൻ എന്തെളുപ്പമാണെന്നോ. എന്നാൽ ഒരു വാക്ക്, ഒരു ചിരി, അത് മതിയായിരുന്നു ഒന്ന് സന്തോഷിപ്പിക്കാൻ. എന്തായാലും എപ്പോഴെങ്കിലും നിന്റെ അമ്മയുടെ ഇഷ്ടം നീ അംഗീകരിച്ചതിന് അത് നിന്റെ നന്മ. നന്മ. മഹാപുരോഹിതന് വന്ദനം. വന്ദനം, വന്ദനം. ദേവാലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട സമയമായി എന്ന് തോന്നുന്നു. അത് എത്ര കാലമായിട്ട് നിങ്ങളോടൊക്കെ ഞാൻ പറയുന്നു. നിങ്ങൾ കഴിവുള്ളവരുടെ സഹായം ഉണ്ടെങ്കിലല്ലേ അതൊക്കെ സാധിക്കൂ. ലാബാൻ, ഇവിടെ കല്യാണ പെണ്ണും കൂട്ടരും ആരും എത്തിയില്ലല്ലോ. അപ്പൻ മാത്രം വന്നാൽ എങ്ങനെയാ കല്യാണം നടക്കുക? അവരൊന്നാം മണിനാഥം കേൾക്കാനായി കാത്തിരിക്കുക. ഞാൻ നേരത്തെ എത്തിയതേ അങ്ങയോടൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ്. ഓഹോ, അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ലാബാൻ മറന്നിരിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യം ഞാൻ മറന്നെന്നു? അതെ, ദേവാലയത്തിന്റെ വിവാഹ ഉടമ്പടി ഗ്രന്ഥത്തിൽ വരന്റെയും വധുവിന്റെയും പേര് മുന്നേ കൂട്ടി എഴുതണമെന്ന വിവരം താങ്കൾക്ക് അറിവുള്ളതല്ലേ? ഇതുവരെ അത് താങ്കൾ ചെയ്തിട്ടില്ല. അതിനാണല്ലോ ഞാൻ നേരത്തെ എത്തിയത്. എങ്കിൽ പിന്നെ താമസിക്കണ്ട, അത് ഇപ്പോൾ തന്നെ എഴുതി തയ്യാറാക്കിയേക്കാം. ലാബാൻ, പറഞ്ഞോളൂ. വരന്റെ ദേശം, അപ്പൻ, അമ്മ, എല്ലാ പേര് വിവരങ്ങളും പറഞ്ഞോളൂ. വരൻ
കാനാൻ ദേശക്കാരനായ അബ്രഹാമിന്റെ മകൻ ഇസഹാക്കിന്റെയും മെസപ്പെട്ടോമിയ ദേശക്കാരനായ ബത്തുവേലിന്റെ മകൾ റിബേക്കയുടെയും ഇളയപുത്രൻ യാക്കോബ്. വധു അത് നടപ്പുള്ള കാര്യമല്ല ലാബാൻ. വിവാഹ ശുശ്രൂഷയിൽ വധുവിന്റെയും വരന്റെയും പേര് ഉറക്കെ പറഞ്ഞ് പൊതുജനത്തിന് മുമ്പിൽ വിളംബരം ചെയ്യുക എന്നത് പുരോഹിതനായ എന്റെ ധർമ്മമാണ്. അതിൽ നിന്ന് എനിക്കെങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയും ലാബാൻ? അങ്ങയ്ക്ക് അതിന് കഴിയും. തീർച്ചയായും അങ്ങയ്ക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. കൂടാതെ നാളെ അതിരാവിലെ അങ്ങ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരികയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണം. ഇത് അങ്ങയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. സ്വീകരിച്ചാലും. ലാബാൻ, ഇത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അല്ലെങ്കിൽ ദേവാലയത്തിന്റെ പണി ആവശ്യത്തിനായി ദാനം ചെയ്തോളൂ. ഇത് ദൈവത്തിന് നിരക്കാത്തതല്ലേ? നല്ലൊരു കാര്യത്തിനായതുകൊണ്ട് പേര് ചൊല്ലി പറയാതെ നിന്റെ മകളുടെ നല്ലൊരു ജീവിതത്തിന് വേണ്ടി നിനക്ക് ഞാൻ കൂട്ടുനിൽക്കാം. പിന്നെ ആദ്യത്തെയോ രണ്ടാമത്തെയോ മണി മുഴങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എത്തിച്ചേരാൻ ശ്രമിക്കണം. മൂന്നാമത്തെ മണി മുഴങ്ങുമ്പോൾ വിവാഹ ശുശ്രൂഷകൾ ആരംഭിക്കേണ്ടതാണ്. ലാബാൻ, വിവാഹ ശുശ്രൂഷയ്ക്കുള്ള സമയമാകുന്നു. ഞാൻ പോയി വേണ്ട ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കട്ടെ. എല്ലാം മംഗളമായി ഭവിക്കട്ടെ. ഇതുവരെ എന്നെ നടത്തിയ ദൈവങ്ങളെ, ഇനിയും എനിക്ക് പിഴവ് വരാതെ എന്നെ കാത്തുകൊള്ളണേ. രക്ഷക
അവരെല്ലാരും അവരെല്ലാം കൂടി ചേർന്നത് ചതിച്ചതാ. നിനക്കിത് അറിയാമായിരുന്നു. നീ ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് എന്നെ ചതിച്ചതാ. ദിശാൻ, 7 വർഷം മുമ്പ് അപ്പൻ എന്നോട് പറഞ്ഞ വാക്കിന് നീയും സാക്ഷിയല്ലേ? 7 വർഷം അപ്പന് വേണ്ടി പണിയെടുത്താൽ റാഹേലിനെ എനിക്ക് വിവാഹം ചെയ്ത് നൽകാമെന്ന് അപ്പൻ പറഞ്ഞതിന് നീയും സാക്ഷിയല്ലേ? നീയും കേട്ടതല്ലേ? എന്നിട്ടിപ്പോ അത് യജമാനൻ എന്നോട് ക്ഷമിക്കണം. അപ്പൻ പറഞ്ഞത് അപ്പന്റെ മക്കളെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അപ്പന്റെ ഏത് മകൾ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ യജമാനൻ ആദ്യ കാഴ്ചയിൽ തന്നെ റാഹേലിനോടുള്ള സ്നേഹത്തിന്റെ അന്ധതയിൽ അപ്പന്റെ വാക്കുകൾ പൂർണ്ണമായി ശ്രവിക്കാഞ്ഞതാണ്. അതങ്ങനെയാണ് യാക്കോബ്. ഒന്നിനെ നാം അന്ധമായി ഇഷ്ടപ്പെടുമ്പോൾ അപ്രിയ സത്യങ്ങളൊന്നും നാം കേൾക്കാറില്ല. ഞാൻ ജനിച്ചതോ ഇരുട്ടി, ഇതുവരെ വളർന്നതും ഇരുട്ടി. ഇനിയുമുള്ള കാലം അങ്ങെനിക്കൊരു വെളിച്ചമാകുമല്ലോ എന്നൊരു ആശ്വാസമുണ്ടായിരുന്നു. എന്റെ ദൈവമേ, ഇതാണോ എന്റെ വിധി? യാക്കോബ്, എന്താ നേരം പുലരും മുമ്പേ നിന്റെ കല്യാണ രാത്രിയിൽ തന്നെ ഒരു ബഹളം? എടാ നശിച്ചവനെ, എനിക്കറിയാം നീയാണ് എല്ലാത്തിനും പിന്നിൽ. ഇതെല്ലാം നിന്റെ കൂർമ്മ ബുദ്ധിയാണ്. എന്നോടുള്ള പക അതൊന്നും മാത്രം. നിന്നെ ഞാൻ വെറുതെ വിടില്ല. കൈയെടുക്കടാ ചെറുക്ക. നീ എന്റെ അനുജൻ എന്ന ഒറ്റ പരിഗണന മാത്രമാണ് നിന്നെ ഞാൻ വെറുതെ വിടുന്നത്. എന്താ നീ പറഞ്ഞേ? പക അല്ലേ? അതേടാ, നീ പറഞ്ഞത് ശരിയാണ്. ഇത് പകയാണ്. പക്ഷേ അത് എന്റെ പകയല്ല. നീ വിളിക്കുന്ന നിന്റെ ദൈവത്തിന്റെ പക. നീ ഇന്നലകളിൽ വിതച്ച ചതിവിത്തുകളുടെ ഫലം മുട്ടിട്ട് പൂത്ത് കാഴ്ച ഫലം വിടർത്തിയാടുന്നു. ഒന്നൊന്നായി അത് നിന്നെ തേടി വന്നുകൊണ്ടേയിരിക്കും. ദൈവത്തിന്റെ പക അങ്ങനെയാണ്. നിർത്ത് നിന്റെ അട്ടഹാസം. ദൈവമേ, ഇതെന്ത് വിധി? ചതിച്ച് നേടിയ ജ്യേഷ്ഠാവകാശം കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? ആശിച്ചതിനെ സ്വന്തമാക്കാതെ ഇരുട്ടിൽ കഴിയുന്നോ? ഇസ്ഹാക്കിന്റെ കടിഞ്ഞൂൽ പുത്രന് ലഭിച്ച അനുഗ്രഹം. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ യാക്കോബ്? നിങ്ങൾ സ്നേഹിച്ചത് എന്നെയോ അതോ എന്റെ സൗന്ദര്യത്തെയോ? എന്റെ സൗന്ദര്യത്തെക്കാൾ എത്രയോ വലുതാ എന്റെ ചേച്ചിയുടെ മനസ്സിന്റെ സൗന്ദര്യം എന്നറിയുമോ? എന്റെ ചേച്ചിയെ ഇരുട്ടി തള്ളിയിട്ട് എനിക്കൊരു വെളിച്ചം വേണ്ട. ഇത് എന്താണ് നീ ഇങ്ങനെ? യാക്കോബ്, എന്തു പറയാൻ? നിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് ആർക്കും അറിയാഞ്ഞിട്ടല്ല. നീ സ്നേഹിച്ചതും ഇഷ്ടപ്പെട്ടതും റാഹേലിനെയാണെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അവൾക്ക് മുന്നേ ജനിച്ച ലയയും നിന്റെ മുറപ്പെണ്ണാണ്. നിനക്കറിവുള്ളതാണല്ലോ, ജ്യേഷ്ഠത്തെ നിർത്തിക്കൊണ്ട് അനുജത്തിയെ വിവാഹം ചെയ്യുന്ന ഒരു സമ്പ്രദായം ഈ നാട്ടിലില്ല എന്ന്. തന്നെയുമല്ല, അവളെ സംരക്ഷിക്കുവാനുള്ള നന്മയും പ്രാപ്തിയും നിനക്കുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. മോനെ, ഇന്നത്തെ ലോകത്ത് ചെറുതും വലുതുമായ പല അംഗവൈകല്യങ്ങളോടെയും ഭിന്നശേഷിക്കാരായി ജനിക്കുന്ന പലരും പിന്തള്ളപ്പെടുന്ന ഒരു അവസ്ഥയിൽ
അങ്ങനെ ഇരുട്ടിൽ കഴിയുന്ന എന്റെ മകളെ കണ്ണടയും മുമ്പേ സുരക്ഷിതമായി ഏൽപ്പിക്കണമെന്ന് അത് തോന്നിയത് എന്റെ ഒരു ചതിയാണെങ്കിൽ ഏതൊരപ്പനും തന്റെ മകളോട് തോന്നുന്ന വാത്സല്യത്തിന്റെ പുറത്ത് ചെയ്ത സ്വാർത്ഥതയാണെന്ന് കരുതി ഈ അപ്പനോട് ക്ഷമിക്കില്ലേ യാക്കോബ്? പക്ഷെ അപ്പ ഞാൻ റാഹേലിനെ അത്രമാത്രം ഇഷ്ടപ്പെട്ടു പോയി. അതിനിയും കാലമുണ്ടല്ലോ യാക്കോബ്. അങ്ങനെയെങ്കിൽ എനിക്കൊരു വിരോധവുമില്ല യാക്കോബ്. 30 ശേക്കൽ പൊൻപണവും 7 വർഷം നിനക്കൊരു വിഷയമല്ലെങ്കിൽ എനിക്കെന്ത് പ്രശ്നം? നിനക്ക് ചിന്തിക്കാൻ ഇനിയും സമയമുണ്ട് യാക്കോബ്. ഞാൻ ഇഷ്ടപ്പെട്ടത് സ്വന്തമാക്കാൻ, റാഹേലിനോടുള്ള സ്നേഹം സത്യമാണെന്ന് തെളിയിക്കാൻ ഞാൻ തയ്യാർ. അപ്പാ, നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം ഒട്ടും കളങ്കപ്പെടുത്താതെ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം എന്റെ ഭാര്യയിലയെ ഞാൻ സന്തോഷവതിയായി സംരക്ഷിക്കുമെന്ന് ദൈവനാമത്തിൽ ഉറപ്പു നൽകുന്നു. ഇത് 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 ഇസ്ഹാക്കിന്റെ മകൻ യാക്കോബിന്റെ വാക്ക്. 100% ശരി. അങ്ങ് 7 വർഷം കൂടുമ്പോൾ ഒരു പെണ്ണിനെ കെട്ടിയാൽ 70 വർഷം തികയുമ്പോൾ അമ്മോ അങ്ങ് സമ്മതിക്കണം. എന്തോന്ന് 27 വർഷമോ? 7 അല്ല 70 വർഷം അങ്ങ് ഇവിടെ നിന്നോ? ഞാൻ എന്റെ നാട്ടിലേക്ക് പോവാ. ഞാൻ മാത്രമല്ല, കൂട്ടത്തിൽ എന്റെ ദിൽഷയും. ഇങ്ങോട്ട് വാടി പെണ്ണേ. ദിശാൻ, ഇവിടെ വരാനാ പറഞ്ഞ. ഒന്ന് പോവോ? ദൈവത്തിന്റെ വിധി ഇതാണെങ്കിൽ ലോകത്തിന് വെളിച്ചം പകരുവാൻ നിന്റെ കണ്ണായി, നിന്റെ കാഴ്ചയായി നിന്റെ ഒപ്പം ഞാൻ എന്നും ഉണ്ടാകും. ഇത് ഇസ്ഹാക്കിന്റെ മകൻ യാക്കോബിന്റെ വാക്ക്. ലേ, എഴുന്നേൽക്കൂ. ഇത് ഒരു വഞ്ചനയുടെ കഥയല്ല. ഇത് അപ്പനും അമ്മയും സമൂഹത്തിന്റെ നിയമങ്ങൾക്ക് മുന്നിൽ അനുഭവിക്കുന്ന വൈകാരികതയുടെ കഥയാണ്. ഇന്നലെ മക്കളുടെ ഭാവി ചിന്തിച്ചിരുന്നവർ ഇന്ന് ദൈവത്തിന്റെ മൗനത്തെ ഭയത്തോടെ കാണുന്നു. പ്രിയരെ, ഈ നാടകം കണ്ടുകൊണ്ടിരിക്കുന്നവരോടൊരു ചോദ്യം. വൈകല്യങ്ങൾ കുറ്റപ്പെടുത്തലുകളാകുമ്പോൾ, കുറവുകളാകുമ്പോൾ ജീവിതം തന്നെ ഭാരമായി മാറുന്ന അനേകം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. നാം കണ്ണും കാതും തുറന്നിരുന്നാൽ അനേകം ലേമാർ നമുക്ക് ചുറ്റും ഇങ്ങനെ ജീവിക്കുന്നതായി കാണാം. അവർക്കൊരു കൈത്താങ്ങായി ഒരു നല്ല വാക്ക്, ഒരു ചെറു പുഞ്ചിരി, ഒരു നോട്ടം, അത് നൽകാൻ നമുക്കേവർക്കും കഴിയട്ടെ എന്നും അതിന്റെ ഫലം കൊയ്യാൻ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്നുമുള്ള പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് മുന്നിൽ ഈ തിരശീല ഇവിടെ വീഴുന്നു. ദൂരത്തൊരു തീരത്തിൽ നിന്നണയും കാറ്റു പറഞ്ഞേ ഒരു നീ പോരൂ, ഇവിടല്ലോ നിന്റെ സ്വർഗം, ഇവിടല്ലോ നിന്റെ സ്വർഗം. ദൂരത്തൊരു തീരത്തിൽ നിന്നണയും കാറ്റു പറഞ്ഞേ പോരൂ, നീ പോരൂ, ഇവിടല്ലോ നിന്റെ സ്വർഗം.
തീരത്തിൽ നിന്നണയും കാറ്റു പറഞ്ഞേ